പറഞ്ഞത് കാർബോക്സിലിക് ആസിഡിന്റെ ഐസോമർസ് പറ്റിയാണ് അല്ലേ. ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു കാർബോക്സിലിക് ആസിഡ്സ് ഫങ്ഷണൽ ഐസോമറിസം വിത്ത് എസ്റ്റേഴ്സ് അല്ലേ. COOH എന്നുള്ളതും COOR' എന്നുള്ള എസ്റ്റേഴ്സും പലപ്പോഴും എന്താവും ഐസോമറിക് ആവാം. കാരണം ദിസ് can be RH and R' and R2' are alkanes. You can see ഇവിടെ ഒരു ലോങ് കാർബൺ ചെയിൻ നമുക്ക് CH3 CH2 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 CH3 ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ CO നെ OH നെ ഫിറ്റ് ചെയ്ത് പോകും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ CO എന്ന് എഴുതാന്ന് വെച്ചാൽ CO ഇങ്ങനെ എഴുതാം. OH കൊണ്ട് എനിക്ക് ഇവിടെ എഴുതാം ഉണ്ടോ. അതല്ല ഞാൻ ഈ COH അങ്ങേ അറ്റത്തേക്ക് എഴുതുന്നത് ഇപ്പം എന്ത് ചെയ്യണം CH2 COH അങ്ങേ അറ്റത്തേക്ക് എഴുതാം. അങ്ങനെ ഏത് ഡയറക്ഷനിൽ എവിടെ എഴുതാൻ പറ്റും. അതിനനുസരിച്ച് തന്നെ ശ്രദ്ധിക്കുക. കാർബോസിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. കാർബോസിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOH ആണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പായിട്ട് കാണാൻ പറ്റും. ഒരു കീറ്റോണും ഒരു ആൽക്കഹോളും. മനസ്സിലായില്ലേ. ഈ കീറ്റോൺ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇതിലേക്ക് കൂടെ കൊണ്ടുപോയി CH2 COOH എന്ന് എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക CO ഇതിപ്പോ കീറ്റോൺ ആണ്. ഇവിടെ H കുറയും CHOH അല്ലേ. ഇത് ഞാൻ അങ്ങനത്തെ കൊണ്ടുപോയിട്ട് CH3 CH2 അങ്ങനെ എഴുതി CH2 COOH എന്ന് എഴുതിയാലും കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിലോ ഓക്സിജൻ എണ്ണത്തിലോ ഹൈഡ്രജൻ എണ്ണത്തിലോ യാതൊരു മാറ്റവും വരില്ല. ഇതും ഐസോമറിക് ആയിരിക്കും. മനസ്സിലായില്ലേ. അല്ലെങ്കിൽ OH തന്നെ നമുക്ക് ഈ OH-ന്റെ പ്രത്യേകത ആൽക്കഹോൾസ് ആർ ഐസോമറിക് വിത്ത് ഈതേഴ്സ്. CH3OCH3 എന്നുള്ളതും CH3CH2OH എന്നുള്ളതും ഐസോമറിക് ആണ്. ബിക്കോസ് ദേ ഹാവ് സെയിം നമ്പർ ഓഫ് ആറ്റംസ്. ഡൈമീഥൈൽ ഈതർ ആണ്, ഇത് ഈതർ ആൽക്കഹോൾ ആണ്. അപ്പോൾ കീറ്റോൺസും ആൽഡിഹൈഡ്സും ഐസോമേഴ്സ് ആണ്, ആൽക്കഹോൾസും ഈതേഴ്സ് ഐസോമറിക് ആണ്. അപ്പോൾ ഒരുപാട് കാരണം ഈ പറഞ്ഞ കാർബോസിലിക് ആസിഡിലെ കാർബോസിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് കോമ്പിനേഷൻ ഓഫ് ടു ഡിഫറെന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ് OH ആൻഡ് COOH. ഇത് രണ്ട് സ്ഥലത്തായാലും ഒന്നിച്ചു ചേർന്നായാലും ഒക്കെ മോളിക്കുലർ ഫോമിലേക്ക് യാതൊരു മാറ്റം വരില്ല. പക്ഷെ കോമ്പൗണ്ട്സ് വ്യത്യസ്തമായിരിക്കും. ഇതൊരു കീറ്റോണിക് ആൽക്കഹോൾ ആയിരിക്കും. ഒരു കീറ്റോണിക് ആൽക്കഹോളും ഒരു കാർബോസിലിക് ആസിഡും ഒരു ഈ കീറ്റോണിക് ഈതറും ഒരു എസ്റ്ററും ഇതൊക്കെ എന്തായിരിക്കും ഐസോമേഴ്സ് ആയിരിക്കും പലപ്പോഴും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു കുറച്ച് വലിയൊരു കുറച്ച് നീളം കൂടി ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. CH3 CH2 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 COH നമ്മൾ നേരത്തെ കണ്ട 1 2 3 4 ഹെക്സനോയിക് ആസിഡ് ആണ്. അതിന് പകരം CH3 CH2 CO ഈ CO ഞാൻ ഇങ്ങോട്ട് എടുത്തു. CH2 CH2 CH2OH ഇത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? രണ്ട് അത് കാർബോസിലിക് ആസിഡ് ആണ്. ഒന്ന് ആൽക്കഹോൾ വിത്ത് കീറ്റോ ഗ്രൂപ്പ് ആണ്. ഇത് രണ്ടും ഐസോമറിക് ആണ്. 1 2 3 4 5 6 കാർബൺ ആറ്റലുണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. ബാക്കി 3 5 7 9 12 ഇതാ. സോ C ഇതിന്റെ ഫോർമുല നോക്കിയേ. 1 2 3 4 5 6 C6 H3 5 7 9 11 12 O2. ഇതിന്റെ എന്താണ് 1 2 3 4 5 6 കാർബൺ, 3 5 7 9 11 12 ഹൈഡ്രജൻ, 1 2 ഓക്സിജൻ കണ്ടോ. C6 H12 O2. This is also C6 H12 O2. ഇതിന് പകരം ഞാൻ ഇങ്ങനെ എഴുതാൻ വെച്ചോ CH2OH. COH ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് CH2 3 4 5 ഒരു ആൽഡിഹൈഡും ഒരു ആൽക്കഹോളും. എത്രയുണ്ട്? 1 2 3 4 5 6 കാർബൺ, 1 3 5 7 9 11 12 ഹൈഡ്രജൻ, 1 2 ഓക്സിജൻ. നോക്കിയേ അതെ. ഇനിയിപ്പോ ഈ പറഞ്ഞ ആൽക്കഹോൾ ഗ്രൂപ്പിൽ നമുക്ക് ഇടക്കേക്കുള്ള CH3 CH2 CO CH2 OCH3. ഈ CH2OH മാറ്റി OCH നോക്കിയാൽ 1 2 3 4 5 പറഞ്ഞ 1 2 3 4 5 6 കാർബൺ, H എത്രയാ 3 5 7 9 12 ഹൈഡ്രജൻ, O എത്രയാണ് 2 ഓക്സിജൻ. അതും എന്താണ് C6 H12. ഇതൊക്കെ ഐസോമറിക്, ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആണ്, അതായത് സെയിം മോളിക്കുലർ ഫോർമുല. ഇനി ഇതിൽ നിന്ന് പടത്താണ് എസ്റ്റർ. എസ്റ്റർ എന്താണ് CH3
CH2 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 COO CH3 1 2 3 4 5 6 കാർബണ് 3 5 7 9 12 ഹൈഡ്രജൻ 2 ഓക്സിജൻ. ഇതൊരു എസ്റ്റർ ആണ്, ഇതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്, ഇതൊരു കീറ്റോണിക് ആൽക്കഹോൾ ആണ്, ഇതൊരു എന്താണ് ആൽക്കഹോൾ ആണ്, ആൽഡിഹൈഡ് ആണ്. രണ്ട് ആൽക്കഹോൾ ആൽഡിഹൈഡ് ഉള്ള ആൽഡിഹൈഡും ആൽഡിഹൈഡ് ആൽക്കഹോൾ ആണ്. ഇതെന്താണ്? ഇതൊരു കീറ്റോണിക് ഈതർ ആണ്. ഇവിടെ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, ഈതർ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ കോമ്പൗണ്ട്സിലും മോളിക്കുലർ ഫോർമുല എന്താണ്? C6H12O2 എന്നാണ്. Variety of isomerism can be shown by carboxylic acid. പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ എസ്റ്റേഴ്സ് ആണ്. ഇതൊക്കെ വരുന്നതാണ്. ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഒക്കെ വെറുതെ വരച്ച് എന്തൊക്കെ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഓർഗാനിക് കെമിസ്ട്രി പ്രത്യേകത നമുക്ക് കാർബൺ ആറ്റംസ് ഒക്കെ എങ്ങനെ കണക്ട് ചെയ്തും കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഇപ്പോൾ ഇതിന്റെ ഹെക്സനോയിക് ആസിഡ് ആണ്. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് 1 2 3 4 എന്താണ്? മീഥൈൽ പെന്റനോയേറ്റ് ആണ്. പെന്റനോയേറ്റ് 5 1 5 6 മീഥൈൽ പെന്റനോയേറ്റ് ആണ്. ഇത് ഹെക്സനോയിക് ആസിഡ് ആണ്. ഇതെന്താണ്? 1 2 3 4 5 6 ഹെക്സനോൾ ആണ്. എന്താണ്? 3. ഇതിന്റെ പേരെന്താ പറയുന്നറിയാം? 1 2 3 4 5 6. This is actually 4-oxohexanol. 4-oxohexanol ആണ്. That's a ketonic alcohol. ഇത് ആൽഡിഹൈഡ് ആണ്. ഇങ്ങനെ അറ്റത്ത് ഇതെന്താണ്? 1 2 3 4 5 6 6 ഹൈഡ്രോക്സി ഹെക്സനാൽ ആണ്. 6 ഹൈഡ്രോക്സി ഹെക്സനാൽ ആണ്. ആൽഡിഹൈഡും ആൽക്കഹോളും ഉണ്ട്. എന്താണ്? ഇത് ഈതറാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഹാവിംഗ് ദി സെയിം മോളിക്കുലർ ഫോർമുലയാണ് C6H. ഇതുപോലത്തെ കോമ്പൗണ്ട്സ് നമുക്ക് C6H എന്താണ്? C6ന് പകരം C5H എത്ര പറയും? 2 പറയും. H10O2 എന്ന ഫോർമുല ഇതേപോലത്തെ ഒരു CH2 കുറച്ചാൽ ഇവിടെ ഓരോ CH2 കുറച്ച് നമുക്ക് വരക്കാൻ പറ്റും. അതിനനുസരിച്ച് അതിന് ഐസോമേഴ്സ് ഉണ്ടാവും. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ ഹെക്സനോയിക് ആസിഡിന്റെ ഐസോമേഴ്സ് ആണ് ഇതൊക്കെ. അതുപോലെ പെന്റനോയിക് ആസിഡിനും അല്ലെങ്കിൽ ഒക്ടനോയിക് ആസിഡൊക്കെ ഐസോമേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. ഒരുപാട് ചുരുക്കി മനസ്സിലാക്കി പറഞ്ഞാൽ എന്താണ്? Lot of variety of isomers are possible for carboxylic acid because of the peculiarity of the carboxyl group, which can be considered as a combination of a ketone and alcohol. Keto group, alcohol group, carbonyl group. Carbonyl compound എന്താകാം? ആൽഡിഹൈഡ്സും കീറ്റോൺസും ആവാം. OH ഗ്രൂപ്പ് ആൽക്കഹോൾസും ഈതേഴ്സും ഐസോമറിക് ആണ്. അപ്പൊ ഒരു ഈതറും ഒരു കീറ്റോണും ആവാം. ഒരു ആൽക്കഹോളും ഒരു ആൽഡിഹൈഡും ആവാം. അല്ലെങ്കിൽ ഒരു കീറ്റോണും ഒരു ആൽക്കഹോളും ആവാം. അല്ലെങ്കിൽ ഒരു എസ്റ്റർ ലിങ്കേജ് ആവാം. ഇതൊക്കെ ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ആണ്. ബട്ട് they have the same molecular formula. പർട്ടിക്കുലർ നമ്പർ ഓഫ് കാർബൺ ആറ്റം C6 C7 C5 ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ വെച്ചിട്ട് പല ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാം. ആ ടൈപ്പ് കോമ്പൗണ്ട്സ് ഒക്കെ ഐസോമറിക് ആയിരിക്കും. ഒക്കെ എന്താണ്? ഒക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസത്തിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. കൂടുതൽ മനസ്സിലാക്കുക. അത്ര മതി കാർബോക്സിലിക് ആസിഡിന്റെ ഐസോമർസത്തെ പറ്റി. അധികം പറയണ്ട, അധികം പറഞ്ഞ കൺഫ്യൂഷൻ കൂടും. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നതിൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. ഇതൊക്കെ പ്രീ റിക്വസിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ നമ്മൾ പുതിയതായിട്ട് മെത്തേഡ് പഠിക്കുന്നുണ്ട്. 1-2 സിലബസിൽ പറഞ്ഞ മെത്തേഡ് നേരത്തെ അറിഞ്ഞിരിക്കാനുള്ള നമ്മൾ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആസിഡ്സ് ഒക്കെ +2 ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. കാർബോക്സിലിക് ആസിഡ്സ് ആർ ആക്ച്വലി ദ final oxidation products of a primary alcohol or CH2OH. ഒരു പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ പൂർണ്ണമായിട്ട് ഫൈനലായിട്ട് ഓക്സിഡൈസ് എന്താ കിട്ടുക? RCOOH. Alcohol is oxidized. And you know this reaction takes place in steps. First the alcohol is converted into RCHO, aldehyde, then into RCOOH. See, RCHO. The RCHO എന്നാൽ എന്താ പോകുന്നത്? 2 ഹൈഡ്രജൻ -2H. 2H പോയി കഴിഞ്ഞാൽ എന്തായി? ആൽഡിഹൈഡായി. ഇവിടെ എന്താ കിട്ടുന്നത്? +O. രണ്ടും തുല്യമാണ്. +O എന്ന് പറഞ്ഞാലും -2H എന്ന് പറഞ്ഞാലും എന്താണ്? ഇതുകൊണ്ട് +O. എന്താണ്? ഇതൊരു ഓക്സിഡേഷൻ ആണ്, ഇത് വേറൊരു ഓക്സിഡേഷൻ ആണ്. ഇപ്പൊ 2 സ്റ്റെപ്പിലാണ് പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത്. The first step it is converted into aldehyde, and aldehydes are very easily oxidized into carboxylic acid, and in many cases it is difficult to get the interim product. അടുത്തുള്ള പ്രോഡക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയടിക്ക് ഓക്സിഡേഷൻ നടന്നെങ്കിൽ വരും.
മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. Primary alcohols are first oxidized into aldehydes, which on further are oxidized into carboxylic acid. Both are oxidized into ഇവിടെ 2H പോവും, ഇവിടെ ഒരു O കൂടും. 2H പോയാൽ RCHO ആയി, അതിനോട് ഒരു O കൂടി കഴിഞ്ഞാൽ RCOH ആയി. ഇതും ഓക്സിഡേഷൻ ആണ്, നമുക്കറിയാം. ഇതും ഓക്സിഡേഷൻ ആണ്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ as well as addition of oxygen. ശരിയല്ലേ? ശ്രദ്ധിക്കുക, ഒന്നുകൂടി വിശദമായി നോക്കിക്കഴിഞ്ഞാൽ you can see that RC ഇതാണ് RCH2OH. മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എച്ചും പോയാൽ പോയി എന്തായിട്ട് പോയി? H2OH -2H പോയി. പിന്നെ എന്താ ഉള്ളത്? അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും, RCOH. ഇങ്ങനെ അല്ലേ? ഇവിടുന്ന് H പോയാൽ ഒരു ബോണ്ട് കൂടുതൽ വരും. That is this one. So this alcohol is converted into an aldehyde, and here in this next step what happens is an oxygen gets inserted between this one and you get a RCOH. That is the acid. So alcohol, aldehyde, acid. ഇതും ഓക്സിഡേഷൻ ആണ്, ഇതും ഓക്സിഡേഷൻ ആണ്. ഇവിടെ എന്താ? ഇവിടെ ഒരു O കൂടിയിട്ട് H2O ആയി പോകും. അതാണ് സംഭവം. 2H പോയി ഒരു O കൊടുക്കും, H2O ആയിട്ട്. That is oxidation. So you can write actually RCH2OH plus O minus H2O. We get a RCHO. ഈ പ്ലസ് O മൈനസ് H2O എന്ന് പറഞ്ഞാൽ ഒരു O കൂടി 2H കുറഞ്ഞ് 2 H2O കുറഞ്ഞ്, അതാണ് -2H. O തന്നെ ഉണ്ട് അല്ലേ? O വന്നിട്ട് ഹൈഡ്രജൻ എടുത്തിട്ട് അങ്ങ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓനാണ് ചിത്രത്തിൽ കാണാനില്ല. കാരണം എന്താണ്? OH and H2 is removed. What's actually removed is 2H. 1H from this and other H from this. Okay. Then the next step what happens is O മാത്രം plus O we get RCOH. ഇങ്ങനെയാണ് നടക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ അധികം കൺഫ്യൂഷൻ ആവണ്ട. You can see that primary alcohols are oxidized into carboxylic acids by strong oxidizing agents. A mild oxidizing agent cannot oxidize a primary alcohol into a carboxylic acid. Only as strong oxidizing agent എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി, നമ്മുടെ ഓർഗാനിക് റിയാക്ഷൻസിലെ സ്ട്രോങ് ഓക്സിഡൈസിംഗ് agent സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് ആൽക്കലൈൻ KMnO4 or ആസിഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമുക്കറിയാം, 2 പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന വളരെ പരിചിതമായ 2 ഓക്സിഡൈസിംഗ് ഏജന്റുകളാണ് ആരൊക്കെ? ഒന്ന് A2Cr2O7, that is potassium dichromate, usually in the acid medium. Acidified potassium dichromate എന്ന് പറയും. മറ്റേ എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. 2 ആസിഡിലുണ്ട്, ആൽക്കലുണ്ട്. കൂടുതൽ ഉപയോഗിക്കുന്നത് ആൽക്കലൈൻ മീഡിയത്തിലാണ്, ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത് രണ്ടും ഓർഗാനിക് കെമിസ്ട്രി ഉപയോഗിക്കുന്ന വളരെ സ്ട്രോങ് ആയ, ഇതിനേക്കാൾ സ്ട്രോങ് ഇല്ല എന്നല്ല, വളരെ സ്ട്രോങ് ആയ 2 ഓക്സിഡൈസിംഗ് ഏജന്റ്സ് ആണ്. വളരെ സ്ട്രോങ് ആണ്. ആൻഡ് these two can, or these two എന്നല്ല, any of these two can convert a primary alcohol into a carboxylic acid. Remember, a primary alcohol cannot be converted into an aldehyde using this one because these are strong oxidizing agents. Oxidizing agent strong ആയതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ അത് നിർത്തിക്കൊമെന്ന് പറയാൻ പറ്റില്ല, അത് കണ്ടിന്യൂ ചെയ്യും. Is converted aldehyde then into carboxylic acid. What we നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ആൽക്കഹോളിന്റെ കൂടി ഈ പറഞ്ഞ സാധനം ചേർത്ത് ചൂടാക്കുമ്പോൾ എല്ലാം കൂടി ഓക്സിഡൈസ് ചെയ്ത് എന്തായിട്ടുണ്ടാവുക? കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. എന്തായിട്ട് ആൽഡിഹൈഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആൽഡിഹൈഡ് എടുക്കണം വേറെ ഗെയിംസ് ചേർത്ത് കൺട്രോൾ ചെയ്യണം. അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. നോർമലായിട്ട് കാർബോക്സിലിക് ആസിഡ്സ് ആർ very easily by the oxidation of primary alcohols. നമ്മൾ ആൽക്കഹോൾസ് പഠിച്ചപ്പോൾ പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെർഷ്യറി ആൽക്കഹോൾ. Primary alcohols are easily oxidized. Secondary alcohols are oxidized little bit more difficultly. That is, it's more difficult to oxidize secondary alcohol, and the product is a ketone. See, a secondary alcohol means അതൊക്കെ പല സ്ഥലത്ത് ആവശ്യം വരും. ഓർഗാനിക് കെമിസ്ട്രിയോട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ജനറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഒരേ ടൈപ്പ് റിയാക്ഷൻസ് പല സ്ഥലത്ത് വരുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ സംഗതി നമുക്ക് വളരെ എളുപ്പമായിരിക്കും. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ടാവും CH3, CHOH, CH2, CH3. ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. CH3, CH2, CH2, CH2OH. ഇതൊരു പ്രൈമറി ആൽക്കഹോളാണ്. CH3, CH3, CH3OH. ഇതൊരു ടെർഷ്യറി ആൽക്കഹോൾ. നമുക്കറിയാം, this is a tertiary alcohol because the white group is attached to a tertiary carbon atom. Carbon atom is a tertiary carbon atom. White is a tertiary carbon atom because it is directly connected to 3 other carbon atoms. Whereas this carbon atom, the white group is attached to a primary carbon atom. Why is it a primary carbon atom? Because it is attached directly to only one other carbon atom.
secondary carbon atom. This is a primary carbon atom. This is a secondary carbon atom and this is a tertiary. അപ്പോൾ ഏത് ടൈപ്പ് കാർബൺ ആറ്റത്തോടാണോ OH ചേർന്നിരിക്കുന്നത് ആ ആൽക്കഹോളിന്റെ പേര് അങ്ങനെ പറയാം. പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ. മനസ്സിലാകുന്നല്ലോ? എങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി നോക്കുമ്പോൾ വളരെ എളുപ്പമാണ്. കാർബൺ ആറ്റം എത്ര മറ്റ് കാർബൺ ആറ്റം ഡയറക്റ്റ് ആയിട്ട് കണക്ട്, എത്ര എണ്ണം മൊത്തത്തിലല്ല, ഡയറക്റ്റ് ആയിട്ട് ഒറ്റ കാർബൺ ആറ്റം മാത്രമേ കണക്ഷൻ ഉള്ളൂ. ബാക്കി ഭാഗത്ത് എന്താണ് 3 ഹൈഡ്രജനും 1 ഓക്സിജനും ആണ് അല്ലേ? അപ്പൊ ദിസ് പ്രൈമറി കാർബൺ. ഇവിടെ അങ്ങനെയോ ഈ കാർബൺ ഇങ്ങോട്ടൊരു കാർബൺ അപ്പുറത്തൊരു കാർബൺ, പിന്നെ 1 ഹൈഡ്രജൻ 1 ഓക്സിജനും ആണ്. നോ പ്രോബ്ലം. ഇപ്പൊ 2 കാർബൺ ഉണ്ട്. കാർബൺ മാത്രം നോക്കിയാൽ ഇത് സെക്കൻഡറി. ഈ കാർബൺ ആണെങ്കിലോ ഇങ്ങോട്ടും കാർബൺ, അങ്ങോട്ടും കാർബൺ, ഇങ്ങോട്ടും കാർബൺ, ടെർഷ്യറി കാർബൺ ആറ്റം. ഞാൻ പറയുന്ന രീതിയിൽ വരുന്നില്ല. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾസ് ഓൺ ഓക്സിഡേഷൻ പ്രൊഡ്യൂസസ് എ carboxylic acid, first into an aldehyde, then into a carboxylic acid. Whereas a secondary alcohol is oxidized into a ketone first. ഇവിടെ ഈ എച്ചും ഈ എച്ചും പോയി കഴിഞ്ഞാൽ എന്താവും? CH3CO എന്നാവും. ശ്രദ്ധിക്കുക, ആദ്യത്തെ ഘട്ടത്തിൽ 2 H ആണ് പോകുന്നത്, നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ CH3 ഒരേപോലെ റിയാക്ട് ചെയ്യുന്നത്. CH3 എന്താവും? CO, CH2, CH3. ഈ കീറ്റോൺ ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ ബ്യൂട്ടനോൾ ഈസ് ഒബ്റ്റൈൻഡ് അല്ലേ? CH3CO ഇതാണ് കിട്ടുക. അത് കുറച്ചുകൂടി സ്റ്റേബിൾ ആണ് ടുവേർഡ്സ് ഓക്സിഡേഷൻ. ആൽഡിഹൈഡ് ഇവിടെ കിട്ടുമ്പോൾ എന്താ കിട്ടുക? CH3, CH2, CH2, CHO എന്ന് കിട്ടും. ഇത് ശരിക്കും സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. 2 H പോകുന്നതാണ്. പ്രോഡക്റ്റ് ഈസ് CH3, CH2, CH2, CHO. ദിസ് ആൽഡിഹൈഡ്, ദിസ് ഈസ് കീറ്റോൺ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് 2 ഐസോമറിക് ആണ്, ഇത് 2 ഐസോമറിക് ആണ്. മനസ്സിലാണെങ്കിൽ ദിസ് ഈസ് 1 ബ്യൂട്ടനോൾ, ദിസ് ഈസ് 2 ബ്യൂട്ടനോൾ. Positive isomers are. Then yes, this is a then yes, butanol. This is butanol. Butanol and butanol are a group of a functional group isomers, and a 1 butanol and 2 butanol are a group pair of a position isomers. ശരിയല്ലേ? എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോഴേ ഇത് കീറ്റോൺ ആയിട്ട് ഈ ആൽഡിഹൈഡിന്റെ പ്രത്യേക നമ്പർ, ആൽഡിഹൈഡ് വളരെ എളുപ്പത്തിൽ ആസിഡ് ആവും. അതുകൊണ്ട് തന്നെ പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ആൽഡിഹൈഡ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ആസിഡ് ആയി പോകും. സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ ആയി. കീറ്റോൺ വളരെ ഡ്രാസ്റ്റിക് കണ്ടീഷനിൽ ചൂടാക്കിയാൽ മാത്രമേ എന്താവൂ, അത് ആസിഡ് ആവുന്നില്ല. തന്നെ എന്ത് ചെയ്യൂ, അത് എന്ത് ചെയ്യും, ബ്രേക്ക് ഇൻ ടു 2 CH3COOH എന്നും CH3 2 മോളിക്യൂളായിട്ട് മാറും. 2 കാർബൺ നീരും കുറഞ്ഞു പോയിട്ട് ലോവർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിലെ 2 ആസിഡായി മാറും. കീറ്റോൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 2 ആസിഡായി മാറും. ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ 1 ആസിഡായിരിക്കും. കാർബൺ നീരും ഒടിയില്ല, കാരണം ഇത് അറ്റത്താണ്, ഇത് നടുക്കായത് കൊണ്ട് ഇത് ആസിഡായി മാറണമെങ്കിൽ ഇത് മുറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ട് കാർബോക്സിൽ ഗ്രൂപ്പ് ഒരിക്കലും നടുക്ക് വരില്ല, വരാൻ സാധ്യതയില്ല, കാരണം അത് എൻഡിലേ വരും. ഇത് ബാക്കി ഭാഗം മുറിഞ്ഞു പോയി, അത് വേറൊരു ആസിഡാവും, 2 ആസിഡാവും. കീറ്റോൺ സെക്കൻഡ് ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ടെർഷ്യറി ആൽക്കഹോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് അതിന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ carboxylic acid പറ്റി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, carboxylic acids are usually generally obtained by the oxidation of primary alcohols with strong oxidizing agents like acid potassium dichromate or alkaline potassium permanganate, etc. They can be heated strongly with these alcohols can be heated strongly with the oxidizing agent, and the alcohol is converted directly into the carboxylic acid, not into the interim aldehyde. Aldehyde ആവുന്നില്ല. aldehyde ആവുന്നുണ്ടാവും, പക്ഷെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് എന്തായിരിക്കും, പെട്ടെന്ന് aldehyde ആയാൽ തന്നെ aldehydes are very easily oxidized into acids. acid നമുക്ക് കിട്ടും. മനസ്സിലായി? ആൽക്കഹോൾ കിട്ടുമല്ലോ, ആൽക്കഹോൾ ഡയറക്റ്റ് എന്തായി മാറും, ആൽക്കഹോൾ is converted into acid CH3, CH2, CH2, COH. That is it. 1 butanol is converted into butanoic acid. Generally, pentanol, 1 pentanol is converted into pentanoic acid. 1 hexanol is converted into hexanoic acid. Ethanol, ethanol ko 1 2 ആവശ്യം നമുക്കറിയാം. 1 ethanol എന്നാലും പറയും. ethanol is converted into ethanoic acid or acetic acid. 1 propanol is converted into propanoic acid. മനസ്സിലായില്ലേ? ഇപ്പോൾ പ്രൈമറി, അതാണ് 1 എന്ന് പറഞ്ഞാൽ പ്രൈമറി ആയിരിക്കും. 2 propanol എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, അത് സെക്കൻഡറി ആയിരിക്കും. 2 propanol, 2 propanol എന്താണ്, CH3, CHOH, CH3. Here we can see that OH group is attached to as a secondary, this is a secondary carbon. ഇത് ഓക്സിഡൈസ് എന്താ കിട്ടുക, ഇത് ഓക്സിഡൈസ് CH3CO, CH3 കീറ്റോൺ ആണ് കിട്ടുക. കീറ്റോൺ പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഓക്സിഡൈസ് കഴിഞ്ഞാൽ അത് 2 ആയിട്ട് മുറിഞ്ഞു പോയിട്ട് 2 ആസിഡായി മാറുകയും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പ്രശ്നമായത്. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾസിനാണ് ഏറ്റവും എളുപ്പത്തിൽ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുക വിത്ത് acidified potassium permanganate or alkaline KMnO etc. so that the product is as carboxylic acid with the same number of carbon atoms. The carbon chain does not undergo fission or breaking.
കാർബൺ ചെയിൻ മുറിയുന്നില്ല. സെക്കൻഡറി ആൽക്കഹോൾ ആകുമ്പോൾ ആദ്യം കീറ്റോൺ ആവും. കീറ്റോൺ വളരെ ബുദ്ധിമുട്ട് ഓക്സിഡൈസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ആ കാർബൺ ചെയിൻ മുറിഞ്ഞിട്ട് 2 ലോവർ ആസിഡുകളായിട്ടാണ് മാറുന്നത്. ഓക്കെ, ആ മെത്തേഡ് നമ്മളിപ്പോൾ പഠിക്കാനുള്ള 2 മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഹൗ കാർബോക്സിലിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞിരിക്കുന്നത് ഫ്രം എന്താണ് ഹൈഡ്രോളിസിസ് ഓഫ് സയനൈഡ്സ്. സയനൈഡ്സ് വരുന്നത് ആൽക്കൈൽ സയനൈഡ്സ് ആർ Cl. ഇതിനാണ് ആൽക്കൈൽ സയനൈഡ്സ്. ദാറ്റ് ഈസ് CH3Cl or CH3CH2Cl. ഇതുപോലത്തെ കോമ്പൗണ്ട് സയനോ മീഥൈൻ, സയനോ ഈഥൈൻ or say ethyl cyanide, methyl cyanide. ഇതുപോലത്തെ കോമ്പൗണ്ട്. That is compounds or cyano compounds can easily be hydrolyzed with acid or alkali. The hydrolysis of cyanides can be carried either in acid medium or alkaline medium at an elevated temperature, usually high temperature, when the cyanides are converted into carboxylic CH3. ഈ CN ഗ്രൂപ്പ് എന്തായി മാറും? COH ആയി മാറും. ഇത് CH3CH2COH. ഇതാണ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ നമുക്ക് പുതിയ ചിലപ്പോൾ ഇതിൽ പ്രകാരം പഠിക്കാനുള്ള ഒരു മെത്തേഡ്, ഹൈഡ്രോളിസിസ് ഓഫ് സയനൈഡ്സ്. ഈ സയനൈഡ്സിന് ചിലപ്പോൾ സയനൈഡ്സ് എന്ന് പറയും. ഓഫ് കോഴ്സ് ദേ ആർ ഓൾസോ കോൾഡ് നൈട്രൈഡ്സ്. മീഥൈൻ നൈട്രൈൻ, ഈഥൈൻ നൈട്രൈൻ എന്നൊക്കെ പറയും. നൈട്രൈഡ്സ് മനസ്സിലെ ട്രിവിയൽ സിസ്റ്റത്തിൽ, പഴയ സിസ്റ്റത്തിൽ നൈട്രൈഡ്സിന്റെ പേര് കൊടുക്കുന്നത് വളരെ എളുപ്പമുള്ള വേറൊരു അതായത് നമുക്കറിയാം ഒരു സയനൈഡ് ഓർ നൈട്രൈൽ, ശ്രദ്ധിക്കുക NITRILE ആണ്. നൈട്രൈൽ, നൈട്രൈറ്റോ നൈട്രൈറ്റോ എന്നല്ല, നൈട്രൈൽ ILE ആണ്. ശ്രദ്ധിക്കുക. ദിസ് ഈസ് മീഥൈൽ സയനൈഡ് ഓർ സയനോ മീഥൈൻ ഓർ മീഥൈൻ നൈട്രൈൽ, ഇങ്ങനത്തെ നൈട്രൈൽസിനെ പഴയ സിസ്റ്റത്തിൽ പേര് ഇപ്പോഴും ഉപയോഗിക്കുന്ന വേറൊരു സിസ്റ്റമുണ്ട് പേരുണ്ട്. അതാ സാർ കോമൺ ആയിട്ട് ഉപയോഗിക്കാം. IUPAC അല്ലെങ്കിലും that is if a cyanide on hydrolysis produces it produces an acid. So methyl cyanide ആണ് എടുത്തോ. methyl cyanide അത് cyanomethyl or methyl nitrile. മനസ്സിലായില്ലേ? ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്നത് CH3COOH, that is carboxylic. ഈ ആസിഡിന്റെ പേര് എന്താണ്? ഇതിന്റെ പേര് IUPAC അല്ല, കോമൺ നെയിം എന്താണ്? അസെറ്റിക് ആസിഡ് എന്നാണ് അല്ലേ? നമുക്കറിയാം അസെറ്റിക് ആസിഡ്. അസെറ്റിക് ആസിഡ് കിട്ടുന്ന ഏത് സയനൈഡാണ് അതിന്റെ പേര് എന്താവും? അസെറ്റോ നൈട്രൈൽ എന്നായി മാറും. So this compound is called a acetonitrile. എന്താ പേര് വരാൻ കാരണം? Because ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് cyanomethyl or methyl cyanide is called a acetonitrile. Why? Because on hydrolysis methyl cyanide or cyanomethyl gives a acetic acid. Acetic acid കിട്ടുന്ന നൈട്രൈൽ ഏതാണോ അതിനാ acetonitrile എന്ന് പറയുന്നു. ഇവിടെ കിട്ടുന്ന ആസിഡിന്റെ കോമൺ നെയിം എന്താണ്? പ്രൊപ്യോണിക് ആസിഡ്. So this is called a propiononitrile. മനസ്സിലുണ്ടോ പറഞ്ഞത്? IUPAC നെയിം എന്താണ്? ഇറ്റ് ഈസ് ഈഥൈൻ സയനൈഡ്. സയനൈഡ് അല്ല, നൈട്രൈൽ. കോമൺ നെയിം എന്താണ്? സയനോ ഈഥൈൻ, ഈഥൈൻ സയനൈഡ്. ഈ പേരൊക്കെ പറയും. നൈട്രൈൽ സിസ്റ്റം തന്നെ IUPAC പറയുന്ന പേരെന്താണ്? ഈഥൈൻ നൈട്രൈൽ എന്നാണ്. മീഥൈൻ പ്രൊപ്പൈൻ നൈട്രൈൽ, 1 2 3 കാർബൺ പ്രൊപ്പൈൻ നൈട്രൈൽ. ദിസ് ഈസ് ഈഥൈൻ നൈട്രൈൽ. മനസ്സിലായില്ലേ? 3 ഈ കാർബൺ മറന്നു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞവരോട് കാർബോക്സിലിക് ആസിഡ് പേര് പറഞ്ഞത് പ്രൊപ്പൈൻ നൈട്രൈൽ. ഈഥൈൻ നൈട്രൈൽ അല്ലേ? കാരണം ഇത് 1 2 3 കാർബൺ ആയിട്ടുണ്ട്. സോ പ്രൊപ്പൈൻ നൈട്രൈൽ ആണ്. കോമൺ ആയിട്ട് പേര് നമ്മൾ IUPAC നിയമം അങ്ങനെയാണെങ്കിലും ഇതിന്റെ പേര് പ്രൊപ്യോണോ നൈട്രൈൽ ബിക്കോസ് ഇറ്റ് ഗിവ്സ് പ്രൊപ്യോണിക് ആസിഡ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? സയനോബെൻസീൻ അല്ലെങ്കിൽ ഫിനൈൽ സയനൈഡ് ആണ്. അതായത് C6H5Cl. ഇതിന്റെ പേര് ഒന്നുകിൽ സയനോബെൻസീൻ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? ഫിനൈൽ സയനൈഡ് എന്ന് പറയാം. മറ്റേ ശ്രദ്ധിക്കുക, ഫിനൈൽ സയനൈഡ്. ഈ ഗ്രൂപ്പിൽ പറയുന്നവരാണ് ഫിനൈൽ ഗ്രൂപ്പ്. C6H5 ഗ്രൂപ്പ് is called a phenyl group. So it is phenyl cyanide or chloro. ഇവിടെ ക്ലോറോ വന്ന ക്ലോറോബെൻസിൻ എന്ന് പറയും. ഇവിടെ
group that we get a benzoic acid. So if this cyanobenzene or phenyl cyanide is a hydrolyzed, we get a benzoic acid. Benzoic acid കിട്ടുന്ന നൈട്രൈലോ സയനൈഡോ അതാണ് ഇത്. അപ്പോൾ ഇതിന്റെ പേര് എന്താ പറയും? ബെൻസോ നൈട്രൈൽ. മനസ്സിലാണെങ്കിൽ because we get benzoic acid, it is called a benzonitrile. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പോൾ ഒരു സയനൈഡ് അല്ലെങ്കിൽ നൈട്രൈലിന്റെ പേര് കോമൺ ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? അതിൽ നിന്ന് ഹൈഡ്രോളിസിൽ കൂടി ഏത് ആസിഡ് ആണോ കിട്ടുന്നത് ആ ആസിഡിന് തിരിച്ച് ഇങ്ങോട്ടാണ് പേര് പറയുന്നത്. ബെൻസോയിക് ആസിഡ് കിട്ടുന്ന നൈട്രൈല് ബെൻസോയിക് ആസിഡ്, അസെറ്റിക് ആസിഡ് കിട്ടുന്ന നൈട്രൈല് അസെറ്റോ നൈട്രൈൽ, പ്രൊപ്യോണിക് ആസിഡ് കിട്ടുന്ന നൈട്രൈല് പ്രൊപ്യോണോ നൈട്രൈൽ. ഇതൊരു സയനൈഡാണ് അല്ലേ? CN ഗ്രൂപ്പ് ഉണ്ട്. ഇതിന്റെ പേര് എന്താണ്? ഈ ഗ്രൂപ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് എന്താ പേര്? കാണാത്ത പക്ഷേ ചില ഓർമ്മ ഉണ്ടാവും. ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് എന്താണ്? യെസ്, ദിസ് ഈസ് ദ വിനൈൽ ഗ്രൂപ്പ്. വിനൈൽ ഗ്രൂപ്പ്, വിനൈൽ സയനൈഡ്. വിനൈൽ സയനൈഡ് എന്ന് പറയാം. ഈ സയനൈഡ് നമ്മൾ ഓക്സിജൻ ഹൈഡ്രോളൈസ് ചെയ്യുന്ന നേരത്ത് ഇഫ് ദിസ് ഈസ് ഹൈഡ്രോളൈസ്ഡ് ദാറ്റ് ഈസ് വിത്ത് സേ ആസിഡ് വി ഗെറ്റ് എന്താ മാറ്റമുള്ള ഒരു മാറ്റം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് യാതൊരു മാറ്റവും വരില്ല. CH2 CH ഈ CN എന്തായി മാറും? CN is converted into COH. ഈ ആസിഡിന്റെ പേര് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അക്രിലിക്. നമ്മൾ തുടക്കത്തിൽ ആസിഡിനെ പറ്റി പറയാം. അക്രിലിക് ആസിഡ് അതിന്റെ പേര് അക്രിലിക് ആസിഡ്. അപ്പൊ ഇതിന്റെ പേര് എന്താ പറയാ? അക്രിലോ നൈട്രൈൽ. സോ ദിസ് ഈസ് കോൾഡ് why it is called acrylonitrile? Vinyl cyanide is called acrylonitrile since on hydrolysis vinyl cyanide gives acrylic acid and hence it is given the name acrylonitrile. On hydrolysis cyanobenzene or phenyl cyanide gives benzoic acid, so phenyl cyanide or cyanobenzene can be called a benzonitrile. Benzonitrile, acrylonitrile, propiononitrile, acetonitrile, cinnamonitrile. ഏത് ആസിഡാണ് കിട്ടുന്നത് ഈ ആസിഡിന് പുറകോട്ടാണ് ഇതിന്റെ പേര്. കോമൺ യൂസ് കൂടുതൽ ആ പേരാണ് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞല്ലോ IUPACയിൽ എത്ര കാർബണേറ്റ് ഉണ്ടോ? CH3 CH2 CN 3 കാർബണേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രൊപ്പൈൻ നൈട്രൈൽ. പ്രൊപ്പൈൻ നൈട്രൈൽ. മീഥൈൽ സയനൈഡ് ഈസ് കോൾഡ് ഈഥൈൻ നൈറ്റ്. മീഥൈൽ സയനൈഡ് ഈസ് കോൾഡ് ഈഥൈൻ നൈട്രൈൽ. മീഥൈൽ സയനൈഡ് മീഥൈലിന്റെ കാർബൺ ഉണ്ട്, സയനൈഡ് 2 കാർബൺ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഈഥൈൻ നൈട്രൈൽ. IUPAC അതാണ്. IUPAC നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ പേര് വരുന്നത് പലപ്പോഴും ഈ പേര് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. കോമൺ ആയിട്ട് ഈ പറഞ്ഞ സയനൈഡ്സിനെ നൈട്രൈൽസ് എന്നാ പറയാ. അതിൽ നൈട്രൈൽ IUPACയിൽ ഒരു സിസ്റ്റം ഉണ്ട്. കോമൺ സിസ്റ്റത്തില് ആ നൈട്രൈൽ അല്ലെങ്കിൽ സയനൈഡിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആസിഡ് ആണോ കിട്ടുന്നത് ഈ ആസിഡിന്റെ പേരിൽ നിന്ന് പുറകോട്ട് പറയുന്നതാണ് അതിന്റെ പേര്. ബെൻസോയിക് ആസിഡ് കിട്ടുന്നത് ബെൻസോനൈട്രൈൽ. If you get acetic acid, it is called acetonitrile. If you get acrylic acid, it is called acrylonitrile and so on. പേരിൽ പറഞ്ഞു പോയിരുന്നുള്ളൂ. നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം എന്താണ്? സോ കാർബോക്സിലിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദി ഹൈഡ്രോളിസിസ് ഓഫ് cyanide or nitriles, and the reagent used is either aqueous acid or aqueous alkali. Aqueous acid എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കലക്കിയ ആസിഡ്, aqueous alkali എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അത്രയേ ഉള്ളൂ, വേറെ വേറെ അർത്ഥമൊന്നുമില്ല. വെള്ളത്തിൽ സൊല്യൂഷൻ ഓഫ് ആസിഡ് ഓർ സൊല്യൂഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് ഒഴിക്കരുത്. ഡൈല്യൂട്ട് ആസിഡ്. On heating with dilute acid, the cyanides or nitriles are converted into carboxylic. This is applicable both to aliphatic and aromatic acids. അപ്പോൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുക. അലിഫാറ്റിക്കിനും അരോമാറ്റിക്കിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയ മെത്തേഡാണ് ഹൈഡ്രോളിസിസ് ഓഫ് നൈട്രൈൽ അല്ലെങ്കിൽ സയനൈഡ് എന്നത്. വി ക്യാൻ ജനറലി റൈറ്റ് RCN. ആസിഡ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു RCOOH. The cyano group is converted into COH group or ARCN, that is an aryl group, aromatic group like C6H5 group. അതിന് യാതൊരു വ്യത്യാസവുമില്ല. We can see that is aromatic carboxylic acid. Okay, that's how